ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ അർജുനെയും മീനുവിനെയാണ്. അപ്പോൾ അർജുൻ ദേണ്ട പോകാൻ റെഡിയായി. മീനു ചായ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ദേണ്ട തട്ടി അർജുൻ്റെ ദേഹത്തൂടെ വീണു. അപ്പോഴത്തേനും സോറി അർജുൻ, അറിയാതെ പറ്റിപ്പോയതാ, അയ്യോ ഞാൻ തുടച്ചു തരാം എന്ന് പറഞ്ഞപ്പോഴത്തേനും വേണ്ട മീനു, അത് വേണ്ട എന്ന് പറഞ്ഞു. അതെന്താ ഞാൻ തുടച്ചാൽ? എന്താണെന്ന് വെച്ചാൽ നീ തുടക്കുകയും വേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും ആ തുടയൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ പറയുന്ന അല്ലെങ്കിൽ ഞാൻ നിനക്ക് തന്ന വാക്ക് അത് തെറ്റിപ്പോയാലോ, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ശരീരത്തിൽ തൊട്ടുള്ള കളിയൊന്നും വേണ്ട, നിനക്ക് കംഫർട്ട് ആകുമ്പോൾ മതി മീനു, നിന്നെ കുറ്റപ്പെടുത്തിയതൊന്നും അല്ലട്ടോ എന്ന് പറഞ്ഞു. ആ മീനുവിന് അടി കിട്ടിയ പോലെ ആയിപ്പോയി കേട്ടോ. അതെ, വിഷമിക്കൊന്നും വേണ്ട. അപ്പം മീനു അപ്പുറത്ത് മാറി നിന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അർജുൻ വേറെ ഷർട്ടൊക്കെ എടുത്തിട്ടു, എന്നിട്ട് പോകാൻ റെഡിയാകുകയാണ്. അല്ല, എന്ത് പറ്റി? വാടിയല്ലോ, ഞാൻ നിന്നെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്നുണ്ടല്ലേ? ഏയ്, ഞാൻ നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയവനല്ലേ, അതുകൊണ്ട് നിനക്ക് വേണ്ടിയിട്ട് എത്ര നാൾ വേണമെങ്കിലും ഞാൻ കാത്തിരിക്കും. എനിക്ക് ഒരു വിഷമമില്ല മീനു, നീ അതോർത്ത് വിഷമിക്കണ്ട, നീ വിഷമിക്കാതിരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ മീനു ഒന്നും മിണ്ടിയില്ല. മീനു ആകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കണം. അതെ, ഹാപ്പി ആയിട്ടിരിക്കുന്ന മീനു, ഒന്ന് ചിരിക്കുന്നേ എന്ന് പറഞ്ഞു. സമയം ഒരുപാടായി, എന്ന് ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് അർജുൻ നേരെ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് ജയിലിലാണ്. അപ്പോൾ ജയിലിൽ കാണുന്നത് അമലിനെയാണ് കേട്ടോ. അമലിൻ്റെ കൂടെ ഒരു സഹതടവുകാരനുണ്ട്. അമലെ എന്ന് വിളിച്ചു. നീ എന്താ ഉറങ്ങാണോ? അല്ല, ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ചിന്തിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ വേണ്ട ഓരോരുത്തരടുത്ത് ചെന്നിരുന്നു. ഓർഡർ വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഞാൻ ശിക്ഷ ഇളവ് കിട്ടി ഞാൻ പുറത്തിറങ്ങും. സത്യം പറഞ്ഞാൽ അടുത്ത് തന്നെ ഞാൻ ജയിൽ മോചിതനാകൂടാ. നിനക്ക് വിഷമാവൂടാ? വിഷമാവൂടാ ജീവ, ഉറപ്പായിട്ടും. എന്നും അടുത്തുണ്ടായിരുന്ന പ്രിയ സുഹൃത്ത് ഒരു നിമിഷം കൊണ്ട് കൂടെ ഇല്ലാതാവുമ്പോൾ ഒരു വിഷമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ വിഷമം ഉണ്ടാവാതിരിക്കുമോ എന്ന് ചോദിച്ചു. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, അതിലേറെ എനിക്ക് സന്തോഷമുണ്ട്. ജയിൽ മോചിതനാവുമല്ലേ നീ, അതിലാണ് എനിക്ക് സന്തോഷം. കാണാൻ വരും ഞാൻ നിന്നെ. പിന്നെ നിന്നെ വേഗത്തിൽ പുറത്തൊക്കെ ഇറക്കാനുള്ള എല്ലാ വഴികളും ഞാൻ ചെയ്യുകയും ചെയ്യും. ജീവ, ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്ക് നിന്നോട് പരിഭവം. അതെന്താടാ? ഞാനിവിടെ വന്നത് മുതൽ നമ്മൾ രണ്ടുപേരും സുഹൃത്തുക്കളാണ്. പലപ്പോഴായി ഞാൻ എൻ്റെ കഥകളൊക്കെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ നീ നിൻ്റേതായ ഒന്നും ഇന്നേ വരെ എന്നോട് പറഞ്ഞിട്ടില്ല. അതെന്താ അങ്ങനെ എന്ന് ചോദിച്ചു. നീ എന്ത് കുറ്റം ചെയ്ത് ജയിലിൽ വന്നു എന്ന് പോലും എനിക്കറിയില്ല, അതൊട്ട് നീ പറഞ്ഞിട്ടുമില്ല. അതെന്താടാ എന്ന് ചോദിച്ചു. എന്നത്തെയും പോലെ ചിരി തന്നെ മറുപടി. അല്ലടാ എന്ന് ചോദിച്ചു. അപ്പോൾ ചിരിച്ചു. നീ ഇവിടുന്ന് പോകുന്നതിന് മുൻപെങ്കിലും പറയൂടാ അത് എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നുകൂടെ ചിരിച്ചു കേട്ടോ. അതിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പോലീസുകാരൻ വന്നിട്ട് അമൽ, നിനക്കൊരു വിസിറ്റർ ഉണ്ട് എന്ന് പറഞ്ഞു. അമ്മയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അമൽ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അമ്മ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നേരെ അടുത്തേക്ക് വന്നപ്പോഴത്തേനും, മോനെ, എടാ നിന്നെ ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല. അല്ല, നിന്റെ സമയദോഷം, അല്ലാണ്ട് എന്ത് പറയാനാ. നിന്നെ ഈ കാണുമ്പോൾ എൻ്റെ നെഞ്ച് പൊട്ടുക മോനെ. പിന്നെ അമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നത്? കരയാതെ അമ്മേ, ഒന്ന് കരച്ചിലൊന്ന് നിർത്ത് എന്ന് പറഞ്ഞു അമൽ. എന്നെ തൂക്കിക്കൊല്ലാനൊന്നും വിളിച്ചിട്ടില്ല, പിന്നെ എന്തിനാ? ഞാൻ പുറത്തിറങ്ങും. പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ കരയുന്നത്? ഒറ്റയ്ക്കല്ലടാ ഞാൻ, എനിക്ക് ആരടാ ഉള്ളത്? നിന്നെ പുറത്തിറക്കാനായിട്ട് മുട്ടാത്ത വാതിലുകളില്ല. പക്ഷേ എന്നിട്ടും ഒന്നും നടന്നില്ലല്ലോടാ മോനെ. അമ്മ വിഷമിക്കാതിരിക്കെ. അമ്മയ്ക്കൊപ്പം ഇല്ലാത്ത സങ്കടം എനിക്കുണ്ട്. പക്ഷേങ്കിൽ എന്നാലും ഞാനിവിടെ ഹാപ്പിയാണ്. എനിക്ക് നല്ലൊരു സുഹൃത്തുണ്ട്, എനിക്കൊരു പ്രശ്നമില്ല കേട്ടോ എന്ന് പറഞ്ഞു. അതെ, അവൻ്റെ പേര് ജീവൻ എന്നാണ്. ഒരേ സെല്ലിലാണ് ഞങ്ങൾ രണ്ടുപേരും, അതുകൊണ്ട് ഒറ്റയ്ക്കാണെന്നുള്ള ഒരു തോന്നലും ഇല്ല എന്ന് പറഞ്ഞു. സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. കള്ളനോ കൊലപാതകയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമല്ലോ, കൂടുതലൊന്നും അടുക്കണ്ട. അല്ലമ്മേ, അവൻ എന്ത് കുറ്റം ചെയ്തിട്ടാണ് വന്നതെന്ന് എന്നോട് ഇതുവരെയും അവൻ പറഞ്ഞിട്ടില്ല. പക്ഷേ മറ്റുള്ളവരോട് അവനെക്കുറിച്ച് ഞാൻ ചോദിച്ചിട്ടുമില്ല. നീ നിൻ്റെ കഥകൾ പറഞ്ഞു കാണുമല്ലോ അല്ലേ? ഒന്നൊഴികെ ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നത് വരെയുള്ള കാര്യങ്ങൾ. ഒടുക്കം നിനക്ക് പാരയാവരുത്. ഇല്ല, പാവമാണ് ജീവൻ, അവൻ എന്താണെങ്കിലും പാരയാവില്ലമ്മേ എന്ന് പറഞ്ഞു. ഇവിടെ കഴിയുന്ന ഓരോ ദിവസവും എൻ്റെ പക കൂടി കൂടി വരികയാണ്. വീടില്ല ഞാൻ, ഇറങ്ങട്ടെ എന്നിട്ട് വേണം. എന്തായാലും വിടില്ല ഞാൻ അവനെ, ഒരിക്കലും വിടില്ല. മീനുവും അർച്ചനും അവരുടെ കുടുംബവും അനുഭവിപ്പിക്കും ഞാൻ. എടാ, എനിക്കിപ്പോൾ ആരുമില്ലടാ മോനെ, ഞാൻ തനിച്ച.
എല്ലാം കൊണ്ടും ഞാൻ ഒറ്റപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞു. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരുവിധം സത്യം പറഞ്ഞാൽ മരവിപ്പ് തോന്നുക. നിന്നെ ഓർത്ത് മാത്രമാണ് ഞാൻ മരിക്കാതിരിക്കുന്നത്. ഇത് എൻ്റെ അമ്മ തന്നെയാണോ ഈ പറയണത്? അമ്മ ആക്ടിങ്ങിന് മിടിക്കുകയാണല്ലോ. രാജേന്ദ്രൻ മാമനെ പോയി ചെന്നൊന്ന് കാണ്, എന്നിട്ട് കരഞ്ഞ് കാല് പിടിക്ക്. അതെ, എങ്ങനെയെങ്കിലും അവരുടെ വീട്ടിൽ കയറിപ്പറ്റാൻ നോക്ക് എന്ന് പറഞ്ഞു. എന്തിന്? എനിക്ക് വേണ്ടിയിട്ടാണ് ഞാനീ പറയണത്. കയറിപ്പറ്റണം. ക്ഷമ പറഞ്ഞ് ഏട്ടൻ്റെ പൊന്നാരനിയത്തിയായി അവിടെ കയറി താമസിക്കുക. അതെ, അവരുടെ ഓരോ നീക്കങ്ങളും മനസ്സിലാക്കുക. അത് ഞാൻ ഇറങ്ങി വരുമ്പോഴേക്കും അതെ, കലക്കാൻ പറ്റുന്നതൊക്കെ കലക്കണം. അതിനുശേഷം അത് എനിക്കും വളരെ ഉപകാരപ്പെടും. വേണമെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തി അവർക്ക് മുമ്പിൽ അവരുടെ കൂടെ ചേർന്നോ. ആ വീട്ടിൽ ചെന്നാൽ ഏട്ടൻ എന്നെ വീട്ടിൽ 2 കഷ്ണമാക്കും. അതൊന്നുമില്ല എൻ്റെ അമ്മേ. അമ്മയ്ക്ക് മാമനെ അറിയില്ലേ? അമ്മയുടെ 2 ഇറ്റ് കണ്ണീര് മതി ആ മാമനെ വീഴ്ത്താൻ. നമ്മളോട് 2 പേരോടുള്ള അലിവ് ഇപ്പോഴും ആ മാമൻ്റെ മനസ്സിലുണ്ട്. അമ്മ അതൊന്ന് നടത്തിയെടുത്താൽ മതി. നിനക്ക് വേണ്ടിയല്ലേ, ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു. അമൽ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞു. ആ എന്നാൽ ശരിയമ്മേ, എന്നാൽ പൊക്കോ എന്ന് പറഞ്ഞു കേട്ടോ. അമ്മേ വിഷമിക്കണ്ട കേട്ടോ, ഞാൻ പറഞ്ഞതൊന്നും മറക്കണ്ട എന്നും കൂടെ പറഞ്ഞിട്ട് അമലകത്തേക്ക് കയറിപ്പോയി. അപ്പം അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ 2 പോലീസുകാരനെയാണ്. അപ്പോൾ 2 പോലീസുകാർ ദേണ്ട വീട്ടിലേക്ക് വരുവാണ് മഹേന്ദ്രൻ്റെ. അപ്പോൾ അഖില അങ്ങോട്ടേക്ക് ചെന്നു. എന്താ സാർ എന്ന് ചോദിച്ചു. അല്ല, അച്ഛനും മുത്തച്ഛനും ഇവിടെയില്ല എന്ന് പറഞ്ഞു. ആ, ഗൗതം എന്ന ആളുടെ വീടേതല്ലേ? അതെ, ആളുണ്ടോ ഇവിടെ എന്ന് ചോദിച്ചു. അപ്പം അഖില ഗൗതം എന്ന് വിളിച്ചു. അപ്പോൾ ഗൗതം അങ്ങോട്ടേക്ക് വന്നു. എന്താ സാർ, ഗൗതം എന്ന് പറയുന്ന ആൾ താൻ തന്നെയല്ലേ? അതെ സാർ. പിന്നെ താനും തൻ്റെ ഭാര്യ അഖിലയും സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു. ആ എന്തിനാ സാർ? ഞാൻ അഖില എന്ന് പറഞ്ഞു. അതൊക്കെ CI സാർ പറഞ്ഞോളും, എത്രയും പെട്ടെന്ന് തന്നെ എത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരാകെ വിറച്ചു പോയി. എന്താ കാര്യമൊന്നും മനസ്സിലാവുന്നുമില്ല 2 പേർക്കും. 2 പേരും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കുകയാണ്. എന്താണെന്ന് ഒരു പിടിയില്ല. എന്തായിരിക്കും എന്ന് ചോദിച്ചു. അപ്പം അറിയില്ല എന്നിങ്ങനെ പറഞ്ഞു ഗൗതം. എന്നിട്ട് അഖില നേരെ വേഗം ഫോണെടുത്ത് വിളിക്കുകയാണ്. ഗൗതം അതുപോലെ തന്നെ, പക്ഷേ എങ്കിൽ കിട്ടുന്നതേ ഇല്ല. അപ്പം അഖില വേഗം വന്നിട്ട് ചേച്ചി വിളിച്ചിട്ട് എടുക്കുന്നതേ ഇല്ലല്ലോ. ചേച്ചി കുറേ ദിവസം കൂടിയല്ലേ പോയത്, നല്ല തിരക്ക് കാണുമായിരിക്കും, അതായിരിക്കും. എന്നിട്ട് അർജുനനെ വിളിച്ചിട്ട് കിട്ടിയോ എന്ന് ചോദിച്ചപ്പം ഇല്ല. ഏട്ടനെ വിളിച്ചിട്ടും കിട്ടിയില്ല, ഏട്ടൻ പറമ്പിൽ തിരക്കായിരിക്കും, അതായിരിക്കും എടുക്കാത്തത് എന്ന് പറഞ്ഞു കേട്ടോ. ഷോ, നമ്മളിപ്പോൾ ഇനി എന്ത് ചെയ്യുക എന്ന് പറഞ്ഞു. അച്ഛനെ വിളിച്ചാലോ? വേണ്ട, ഒരു കാര്യം ചെയ്യാം. ചിലപ്പോൾ പേടിക്കുന്ന അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എത്രയും പെട്ടെന്ന് ചെല്ലാനല്ലേ പറഞ്ഞത്? നമുക്ക് പെട്ടെന്ന് ചെന്നൈ ചെല്ലാം. എന്നാൽ ഞാൻ പെട്ടെന്ന് റെഡിയായിട്ട് വരാം. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് ആരെങ്കിലും വിളിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ 2 പേരുടെ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. അപ്പോൾ എത്തിയ ഉടനെ തന്നെ അപ്പോൾ അവിടെ കോൺസ്റ്റബിളിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്ത് വേണം എന്ന് ചോദിച്ചു. വരാൻ പറഞ്ഞ് വിളിപ്പിച്ചിരുന്നു. എൻ്റെ പേര് ഗൗതം എന്ന് പറഞ്ഞു. എന്താ കാര്യം? അറിയില്ല, CI സാർ വരാൻ പറഞ്ഞതാ എന്ന് പറഞ്ഞു. ശരി, എന്നാൽ വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ അത് കോൺസ്റ്റബിൾ വന്നിട്ട് നിങ്ങളെന്താ ഇത്ര താമസിച്ചത്? നിങ്ങളെ CI സാർ എത്ര നേരമായിട്ട് കാത്തിരിക്കുന്നു എന്നറിയാവോ? ഇതാ 3 കേസാ എന്ന് പറഞ്ഞു. നിങ്ങളവരല്ലേ, നിങ്ങളങ്ങ് ചെല്ല്, സാറിൻ്റെ കയ്യിൽ നിന്ന് തന്നെ കേട്ടോളും എന്ന് പറഞ്ഞു. സാർ എന്താ കാര്യം? ഞങ്ങൾക്കൊന്നും മനസ്സിലാവണില്ല. ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? തെറ്റും ശരിയൊക്കെ സാറ് തന്നെ നോക്കിക്കോളും, ചെല്ല എന്ന് പറഞ്ഞു. അപ്പോൾ 2 പേരും CIയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സാർ അവിടെ ഇരുന്ന് ഫോണിൽ സംസാരിക്കുകയാണ് ഏതോ വക്കീലിനോട്. അപ്പോൾ ഇവർ കയറി ചെന്നുകൂടി ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവർ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലല്ല, പുള്ളി ന്യായം നീതി നോക്കിയിട്ടാ. ഞാൻ ഒരു നിയമം വിട്ടൊരു കളിക്ക് നിൽക്കില്ല. ഇപ്പം അറിയാലോ, ഇപ്പം തന്നെ ഒരു ട്രാൻസ്ഫർ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഇനി ഇവിടെ നിന്ന് സ്ഥലം മാറ്റിയാലും എനിക്ക് പ്രശ്നമൊന്നുമല്ല. ഗൗതം സാർ എന്ന് പറഞ്ഞപ്പോഴത്തേനും വേണ്ട, കൂടുതൽ മുഖവരയുടെ ആവശ്യമൊന്നുമില്ല. 2 ആളെയും പറ്റി ഞാൻ കുറേ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ നോക്കുകയാണ്. നിനക്ക് ജീവിതത്തെ പറ്റിയും ചുറ്റുമുള്ള മനുഷ്യരെ പറ്റിയും വലിയ ബോധമൊന്നുമില്ലയെന്ന് മനസ്സിലായി. സർ, അതെന്താ സർ അങ്ങനെ പറഞ്ഞത്? എന്നാലും ഇങ്ങനെയൊരു തെറ്റ് ചെയ്യുമ്പോൾ അതിന് നല്ല പണി തിരിച്ചു കിട്ടും എന്നെങ്കിലും ഓർത്തൂടെ? അയ്യോ സർ, സത്യമായിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നുമില്ല. മനസ്സിലാക്കാനും അറിയാനുള്ള കഴിവില്ലാത്തത് തന്നെയാണ് പ്രശ്നം, അത് ഉറപ്പല്ലേ? ഒരു സമുദായത്തോട് മുഴുവൻ നിങ്ങൾ മാപ്പർഹിക്കാത്ത തെറ്റാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. സർ, സത്യമായിട്ട് ഞങ്ങൾ ആരോടും ഒന്നും ചെയ്തിട്ടില്ല. സാറിന് ആൾ മാറിയതായിരിക്കും. ഒരു മാറലുമില്ല.
നിങ്ങൾ മൂന്നാറിൽ വെച്ച് ചെയ്തതൊക്കെ ഞാനും കണ്ടതാ. അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാൻ, നിങ്ങൾ പേഴ്സണൽ പ്രശ്നങ്ങൾ തീർക്കാൻ സമൂഹത്തിലെ ഒരു വലിയ സമുദായത്തെ അപമാനിക്കുന്നത് ഒരു വിധത്തിലും ശരിക്കും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സർ, ഇനി ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാച്ചാൽ മതി, ഇങ്ങോട്ടൊന്നും പറയണ്ട. കുറവ സമുദായത്തെ മുഴുവൻ അപമാനിക്കുന്ന രീതിയിലുള്ള നിങ്ങളുടെ അഭിനയം എത്ര പേരെ വേദനിപ്പിച്ചെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു. അയ്യോ സർ, അങ്ങനെയൊന്നും ഓർത്ത് ചെയ്തതല്ല എന്ന് പറഞ്ഞു. എന്താടാ, നിൻ്റെയൊക്കെ കളിക്കുള്ള ആൾക്കാരാണോ അവർ എന്ന് ചോദിച്ചു. അയ്യോ സോറി സാർ, ഒരു കാലത്ത് തമിഴർ എന്ന് പറഞ്ഞ വലിയ പ്രദേശം ഭരിച്ചിരുന്ന വലിയ ഭരണാധികാരാ ഇവർ ഈ സമുദായം എന്നറിയോ നിങ്ങൾക്ക്. ബ്രിട്ടീഷുകാർ വന്നപ്പോഴും അവരോട് മുട്ടുമടക്കാതെ യുദ്ധം നയിച്ചു. എന്നിട്ടോ അവരുടെ ഓരോ ആധിപത്യവും. കുറവൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. മിണ്ടുന്നില്ല. തലവൻ അഥവാ കിരീടം എന്നൊക്കെയാണ്. ലീഡർ. പിന്നെ കാടും നാടും ജയിച്ചവരാണവർ. ലോകം മുഴുവൻ പൂജിക്കുന്ന മുരുക ഭഗവാൻ, കുറവ സമുദായത്തിൻ്റെ ഐതിഹ്യം തന്നെയാണ് അത്. അറിയോ നിങ്ങൾക്ക്? പിന്നെ അങ്ങനെ ഒരു വലിയ മനുഷ്യരെ കാര്യമായി തേച്ച് കളിയാക്കിയ നിങ്ങളെയൊക്കെ ജയിലിലിടുക ചെയ്യേണ്ടത്. അയ്യോ സാറേ, ഞങ്ങൾ സത്യമായിട്ടും അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാ എന്ന് പറഞ്ഞു. അത് ആരെയെങ്കിലും വിഷമിപ്പിക്കുമെന്ന് ഞങ്ങൾ കരുതിയതേയില്ല. അയ്യോ സോറി സാർ, ഇത്രയും വലിയ തെറ്റാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് സത്യമായിട്ടും മനസ്സിലായില്ല. അത് തന്നെ ഞാനും പറഞ്ഞത്, കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും കുറച്ച് നാൾ ജയിലിൽ കിടക്കുന്നത് നല്ലതെന്ന്. അയ്യോ സാറേ, ചതിക്കല്ലേ. സത്യമായിട്ടും ആരോടാണെങ്കിലും കാല് പിടിച്ച് ഞങ്ങൾ മാപ്പ് പറയാം. ഞങ്ങൾക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാവാത്തത് കൊണ്ട് പറ്റിപ്പോയതാ. ദയവായി ക്ഷമിക്കണം സർ പ്ലീസ്, ഞങ്ങളോട് ക്ഷമിക്കണം. അഖില കരയാൻ തുടങ്ങി. അതെ, ശരിക്കും മാപ്പ് തരണം സാർ. മാപ്പ് തരേണ്ടത് ക്ഷമിക്കേണ്ടത് ഞാനല്ല, നിങ്ങൾ കാരണം സങ്കടപ്പെട്ട ആ നല്ല മനുഷ്യരാണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, രണ്ടാളും ഓരോ കടലാസിലെ വൃത്തിയായി അവരോട് മാപ്പ് എഴുതി തന്നിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു. പിന്നെ സർ എഴുതാം സാർ, ഇപ്പം തന്നെ എഴുതാം. എന്നാൽ അങ്ങനെ ആവട്ടെ, പക്ഷേ നന്നായി മനസ്സിരുത്തി തന്നെ എഴുതണം, മനസ്സിലായല്ലോ. അവർക്ക് ക്ഷമിക്കാൻ തോന്നിയ നിങ്ങളുടെ ഭാഗ്യം, ഇല്ലെങ്കിൽ ജയിലിൽ കിടക്കേണ്ടി വരും. അപ്പോൾ വേഗം തന്നെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞങ്ങളുടെ അറിവുകേട് കൊണ്ട് പറ്റിയ ഈ തെറ്റിന് ഞങ്ങൾക്ക് മാപ്പ് തരണേ. സത്യമായിട്ടും ആരെ അപമാനിക്കണം എന്നോർത്ത് ചെയ്തതല്ല, അത് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് അഖിലയും അതുപോലെ തന്നെ ഗൗതവും ഇങ്ങനെ എഴുതി ലെറ്റർ കൊടുത്തു. അവരത് വാങ്ങിച്ചു. എന്നിട്ട് CID കാണിച്ചിട്ട്, നമ്മൾ ചെയ്തത് എത്ര വലിയ തെറ്റല്ലേ എന്ന് ചോദിച്ചു. മറ്റൊരാളെ വേദനിപ്പിക്കുന്ന ഒരു തമാശയും അത് അനീതി തന്നെയാണ് എന്ന് ഗൗതം ഇങ്ങനെ പറയുക. ഇനി ഒരിക്കലും നമ്മളിത് ആവർത്തിക്കില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും തീരുമാനമൊക്കെ എടുത്തു. അപ്പോൾ ഇവരോട് പോയിക്കോ, ഇനിയിപ്പം ആവശ്യമുണ്ടെങ്കിൽ വിളിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കാണുന്നത് അർജുനെയും അതുപോലെ തന്നെ സൗമിത്രനും പ്രതാപേട്ടനും മണിയും എല്ലാം കൂടി ഇരുന്ന് ചക്ക കഴിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നുണ്ട് ഇവിടുത്തെ ഉറക്കമൊക്കെ? ഇന്നലെ രാത്രി കിടന്നതേ ഓർമ്മയുള്ളൂ. രാവിലെ ദിനേശ് മണി എന്ന് വിളിച്ചപ്പോഴാണ് എണീറ്റത്. ആദ്യമായിട്ടല്ലേ പണിയെടുത്തത്, അതാ എന്ന് പറഞ്ഞ ഇവന്മാരിങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ടെത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.